ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഈ മൂന്നാം ആഴ്ചയിലെ ലാലേട്ടൻ എത്തുന്ന ആദ്യ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ സിജോയെ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ പറ്റുന്നത്. 100% ഉറപ്പിക്കാവുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. സിജോ ഇന്ന് ബിഗ് ബോസിലേക്ക് വീണ്ടും എത്തുകയാണ്. എന്ന് വെച്ച് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് സിജോ കയറുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ലാലേട്ടനൊപ്പം സ്റ്റേജിൽ വന്ന് നിന്നിട്ട് മറ്റുള്ള താരങ്ങളെയൊക്കെ കണ്ട് എനിക്ക് എൻ്റെ അസുഖം ഭേദപ്പെട്ടു വരുന്നു, എനിക്ക് കുറച്ച് നാളും കൂടി വിശ്രമിക്കേണ്ടതായിട്ടുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും എത്തും എന്നൊക്കെ പറഞ്ഞ് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് സിജോ അവിടെ നിന്ന് പോകുന്ന രീതിയിലാണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് അറിയുന്നത്. 100% ഉറപ്പായിട്ട് തന്നെ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. എന്തായാലും നമുക്ക് ഇന്ന് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഇതിന് അനുബന്ധിച്ച് പ്രമോ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. അതായത് സിജോ വരുന്നതനുബന്ധിച്ച് പ്രമോ കാര്യങ്ങളൊന്നുമില്ല. അതൊരു സർപ്രൈസ് പോലെ ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. സിജോ എന്തൊക്കെയായാലും ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. സിജോന് ഒരു ചെറിയൊരു സർജറിയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് സിജോന് സംസാരിക്കാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നാളും കൂടി സിജോന് വിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും ബിഗ് ബോസിൻ്റെ ഒരു ക്രൂ മെമ്പർ സിജോൻ്റെ ഒപ്പം ഉണ്ടാകും. സിജോൻ്റെ ഒരു കൂട്ടുകാരനും ഫാമിലി മെമ്പേഴ്സൊക്കെ BB ഹോട്ടലിൽ സിജോൻ്റെ ഒപ്പം ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. സിജോ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരും. തീർച്ചയായിട്ടും നമുക്ക് പണ്ട് കണ്ടതുപോലെ തന്നെ നല്ല നല്ല കോണ്ടന്റുകൾ തരുന്ന നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് സിജോ. ബിഗ് ബോസിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം സിജോ തന്നെ ബിഗ് ബോസ് ഹൗസിൽ പ്രൂവ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ റോക്കിയെ ഒരു ഇടിയിടിക്കാനായിട്ട് തീർച്ചയായിട്ടും സിജോന് അതിനുള്ള ആരോഗ്യവും കാര്യങ്ങളുണ്ട്. സിജോ അതിന് ശ്രമിക്കുക കൂടി ചെയ്യാത്തത് തീർച്ചയായിട്ടും ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോം സിജോ അത്രയും ആഗ്രഹിച്ച് വന്നതുകൊണ്ട് തന്നെയാണ്, അതിന് അത്രയും വില കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിജോയെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് എത്തിക്കുക എന്നുള്ളത് ബിഗ് ബോസിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ബിഗ് ബോസിന് വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു വേദന ഏറ്റുവാങ്ങിയത്. അങ്ങനെ ഇന്നത്തെ മൂന്നാം ആഴ്ചയിലെ ആദ്യ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനൊപ്പം വന്ന് സിജോ തൻ്റെ കൂട്ടുകാരെ കാണും, തൻ്റെ അസുഖത്തെപ്പറ്റി സംസാരിക്കും, അതൊക്കെ ഭേദപ്പെട്ടെന്ന് പറയും. പിന്നീട് സിജോ കുറച്ച് നാൾ കൂടി വിശ്രമിക്കാനായിട്ട് പോകും. അതിനുശേഷം ഏകദേശം ഒരു 2 or 3 ആ ഒരു തീയതിയോടനുബന്ധിച്ചായിരിക്കും സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് എന്നാണ് പറയാൻ പറ്റുന്നത്. ഇന്നലെയും ഇനിയെന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഇട്ടൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ ഈസ്റ്റർ ദിനത്തിൽ മാർച്ച് 31 ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ള കാര്യം. പക്ഷേ സിജോന് കുറച്ച് നാളും കൂടി വിശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സിജോന് കുറച്ച് നാൾ കൂടി ബിഗ് ബോസ് വിശ്രമം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അത് വേണ്ടതാണ്. ബിഗ് ബോസിന് വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു വേദന ഏറ്റുവാങ്ങിയത്. ഞാനിത് പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ സിജോന് തീർച്ചയായിട്ടും എന്തും ചെയ്തു കൊടുക്കേണ്ടത് ബിഗ് ബോസിൻ്റെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഒരുപാടധികം കാര്യങ്ങളെപ്പറ്റി ലാലേട്ടൻ നിന്ന് സംസാരിക്കാനുണ്ടാവും. എല്ലാം നമുക്ക് ഇന്ന് എപ്പിസോഡിൽ കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ, സിജോന് മാർച്ച് 31 സിജോ റീ എൻട്രിയിലൂടെ വീട്ടിലേക്ക് വരും എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്തൊരു 25% ചാൻസ് ഉണ്ട്. അത് അതവിടെ ഇരിക്കട്ടെ. എന്തൊക്കെയാണെങ്കിലും സിജോന് കുറച്ച് നാളുകൂടി വിശ്രമം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അൺഒഫീഷ്യലായിട്ട് അന്വേഷിച്ച പറയാൻ പറ്റിയത്. സിജോ ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സിജോൻ്റെ കൂട്ടുകാരോട് അല്ലെങ്കിൽ ബിഗ് ബോസ് താരാംഗങ്ങളോട് പറയും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. അത് 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം. സിജോ ഇനിയിപ്പോൾ 31 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എൻ്റെ തലയിൽ കയറാൻ വരരുത്. ഞാൻ പറഞ്ഞതാണ് 31 വരുമെന്നുള്ള കാര്യം. എന്തായാലും നമുക്ക് നോക്കാം. 31 സിജോന് കുറച്ചുകൂടി വിശ്രമം വേണ്ടതുകൊണ്ട് തന്നെ 31 കയറാനായിട്ട് സാധ്യതയില്ല. എന്തൊക്കെയായാലും ഇന്ന് വരുന്നത് ഉറപ്പായിട്ടും ലാലേട്ടനൊപ്പം സിജോ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്താൽ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സിജോ ഫാൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്